സൂപ്പർ സ്റ്റാറിലേക്ക് പറന്നുയർന്നു ഉണ്ണി മുകുന്ദൻ. ഒരു പാൻ ഇന്ത്യൻ താരത്തിലേക്കുള്ള ചുവടുവെപ്പിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് മലയാളികളുടെ ഇഷ്ടതാരം ഉണ്ണി മുകുന്ദൻ. സിനിമാ പ്രേമികൾ പ്രതീക്ഷയോടെ റിലീസിനായി കാത്തിരിക്കുന്ന 200 കോടി ചിലവിട്ട ചിത്രമായ എമ്പുരാൻ മാർക്കോയെ മറികടന്നില്ലെങ്കിൽ പൃഥ്വിരാജിന്റെ മാർക്കറ്റ് തകർന്നടിയും. മാർക്കോ പ്രേക്ഷക ഹൃദയങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. വൻ താരനിരയോടെ വരുന്ന പൃഥ്വിരാജ് ചിത്രമായ എമ്പുരാന് മാർക്കോയുടെ റെക്കോർഡ് ഭേദിക്കാൻ കഴിയുമോ? മിഖായേൽ ഇറങ്ങി 6 വർഷങ്ങൾക്ക് ശേഷമാണ് അതേ സിനിമയുടെ സംവിധായകൻ ഹനീഫ് അദേനി ഒരുക്കിയ മാർക്കോയിൽ നായകനായി ഉണ്ണി മുകുന്ദൻ എത്തുന്നത്. 2019 ജനുവരിയിൽ പ്രദർശനത്തിനെത്തിയ മലയാളം ആക്ഷൻ ത്രില്ലർ ചിത്രം മിഖായേലിൽ ഉണ്ണി മുകുന്ദന്റെ വില്ലൻ കഥാപാത്രം ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ശേഷം വർഷങ്ങൾക്കിപ്പുറം നായകനായി അതേ സംവിധായകന്റെ കൂട്ടുകെട്ടിൽ മറ്റൊരു ചിത്രം. വയലൻസ് ഇഷ്ടപ്പെടുന്ന ഏതൊരു സിനിമാ പ്രേമിക്കും വയലൻസിന്റെ എക്സ്ട്രീം ലെവൽ മാർക്കോയിൽ കാണാം. പ്രതികാരത്തിന്റെ മുഖമായ ഉണ്ണി മുകുന്ദൻ കഥാപാത്രം മാർക്കോയുടെ അഴിഞ്ഞാട്ടമാണ് സിനിമയിൽ ഉടനീളം. ചെറുതും വലുതുമായി ലഭിച്ച ഓരോ കഥാപാത്രങ്ങളും മറ്റു താരങ്ങൾ ഒന്നിനൊന്ന് മികവുറ്റതാക്കി. അപ്പുകുട്ടന് മുൻപും ശേഷവും കോമഡി കഥാപാത്രങ്ങൾ മാത്രം ചെയ്തു വന്നിരുന്ന ജഗദീഷ് അടുത്തിടെ വ്യത്യസ്തമായി സീരിയസ് കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ നൽകി വരുന്നത് കാണാം. മാർക്കോയിൽ വില്ലനായി എത്തിയ ജഗദീഷിന്റെ ടോണി എന്ന കഥാപാത്രത്തിലൂടെ മലയാള സിനിമയ്ക്ക് ലഭിച്ചത് മറ്റൊരു മികച്ച വില്ലനെ കൂടിയാണ്. 10-ലധികം വരുന്ന ഫൈറ്റ് സീക്വൻസുകളുള്ള ചിത്രത്തിൽ കിങ്സൺ ആണ് ആക്ഷൻ കൊറിയോഗ്രാഫർ. മലയാളത്തിലെ ആക്ഷൻ സിനിമകളുടെ ചരിത്രത്തിൽ മുൻനിരയിൽ കുറിക്കപ്പെടാൻ പോകുന്ന പേരാണ് മാർക്കോ. പ്രണയവും ഭക്തിയും നിറഞ്ഞ മറ്റ് ഉണ്ണി മുകുന്ദൻ ചിത്രങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി അടപടലം ആക്ഷൻ രംഗങ്ങളുമായി ഒരു തിരിച്ചുവരവ്. ഇന്ത്യൻ സിനിമ ഇതുവരെ കാണാത്ത വയലൻസ് രംഗങ്ങളുമായി സിനിമയിൽ ആക്ഷന് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ആൻസൺ പോൾ, കബീർ ദുഹാൻ സിംഗ്, അഭിമന്യു തിലകൻ, യുക്തി തരേജ തുടങ്ങിയവരും ഒട്ടേറെ പുതുമുഖ താരങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ചിത്രത്തിൽ KGF സംഗീത സംവിധായകൻ രവി ബസൂർ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ക്യൂബ്സ് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ ഷരീഫ് മുഹമ്മദാണ് ചിത്രം നിർമ്മിച്ചത്. A സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്ന ചിത്രമായ മാർക്കോ മലയാള സിനിമാ ചരിത്രത്തിലെ വലിയ തിയേറ്റർ ഹിറ്റ് തന്നെയായി മാറും. സ്വന്തം കഴിവിൽ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഉയർന്നു വന്ന ഒരു വ്യക്തി കൂടിയാണ് ജനമനസ്സുകളിൽ സ്ഥാനം നേടിയ നടൻ ഉണ്ണി മുകുന്ദൻ. തന്റേതായ സ്ഥാനം ഉണ്ടാക്കിയെടുക്കാൻ വർഷങ്ങളുടെ പ്രയത്നം, ചെറുതും വലുതുമായ ഒട്ടനവധി സിനിമകൾ, കൂടെ വിജയവും പരാജയവും. ഇന്നിതാ ഒരുപാട് വിവാദങ്ങൾക്കുള്ള മറുപടിയായി എന്നേക്കും സിനിമയിൽ തന്റെ സ്ഥാനം ഉണ്ണി മുകുന്ദൻ ഉറപ്പിച്ചു കഴിഞ്ഞു. കേരളക്കരയും കടന്ന് ഉണ്ണി മുകുന്ദൻ തരംഗം ആഞ്ഞടിക്കുന്നു. തെലുങ്ക്, കന്നഡ ഭാഷകളിലെ വമ്പൻ പ്രൊഡ്യൂസർമാർ ഉണ്ണിയുടെ ഡേറ്റിനായി വിളി തുടങ്ങി. 24 വർഷം ഗുജറാത്തിന്റെ മണ്ണിൽ ജീവിച്ചു. ഒറ്റമുറി വീട്ടിൽ നിന്നും സിനിമാ മോഹവുമായി കേരളത്തിൽ ഒറ്റപ്പാലത്തേക്കൊരു പറിച്ചുനടൽ. ചെറുപ്പകാലം അത്രയും ഗുജറാത്തിൽ. 8ാം ക്ലാസ്സിലെ പഠന സമയത്ത് ഗുജറാത്ത് സ്റ്റേറ്റിൽ വന്ന വളർച്ച തൊട്ട് ഇങ്ങോട്ടുണ്ടായ പോസിറ്റീവ് ഇമ്പാക്ട് കൊണ്ട് പാർട്ടിക്കപ്പുറം വ്യക്തിപരമായി നരേന്ദ്രമോദിയുടെ കടുത്ത ആരാധകനാണ് ഉണ്ണി മുകുന്ദൻ. ആ ഒരു ഇഷ്ടത്തെ പാർട്ടിയോടുള്ള ഇഷ്ടമാണെന്ന് മറ്റുള്ളവർ വ്യാഖ്യാനിച്ച് അത് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കമായത്. അതിനു പുറമെ ഇറങ്ങുന്ന ഉണ്ണി മുകുന്ദൻ സിനിമകളെ കോർണർ ചെയ്യാനും ചില താരങ്ങളുടെ പിന്തുണയുണ്ടായിരുന്നു. ഗുജറാത്തിൽ ജീവിച്ചതിന്റെ പേരിൽ മാത്രം സംഘിയാണെന്ന് പറഞ്ഞു സൈബർ അറ്റാക്ക് ചെയ്ത ആളുകളും നിരവധിയാണ്. തന്റെ പൊളിറ്റിക്സ് രാജ്യസ്നേഹമാണെന്ന് തുടക്കത്തിലെ പല ഇന്റർവ്യൂവിലും വ്യക്തമാക്കിയ ഒരാൾ കൂടിയായിരുന്നു ഉണ്ണി മുകുന്ദൻ. നേരിട്ട ഉന്നയിക്കപ്പെട്ട എല്ലാ ആരോപണങ്ങൾക്കുമുള്ള മറുപടിയാകട്ടെ ഉണ്ണി മുകുന്ദൻ നായകനായ ചിത്രം മാർക്കോ. 2024 കൊല്ലാവസാന ചിത്രം എന്നതിലുപരി ക്രിസ്മസും മാർക്കോ അങ്ങ് തൂക്കിയെന്നു തന്നെ പറയാം.